വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ 12 വർഷത്തിലൊരിക്കൽ നടത്തുന്ന കോടിയർച്ചനയ്ക്ക് തുടക്കം. കോടിയർച്ചന വടക്കുംപുറത്ത് പാട്ടിനോടനുബന്ധിച്ചുള്ള കലാമണ്ഡപത്തിൽ വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് തിരിതെളിയിച്ചു. തന്ത്രിമാരായ ഭദ്രകാളി മറ്റപ്പള്ളി നാരായണൻ നമ്പൂതിരി, കിഴക്കിനേടത്ത് മേക്കാട് മാധവൻ നമ്പൂതിരി എന്നിവരുടെ നേതൃത്വത്തിൽ ആരംഭിച്ച കോടിയർച്ചനയിൽ 51 ആചാര്യന്മാർ പങ്കെടുത്തു. വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ 12 വർഷത്തിൽ ഒരിക്കൽ നടത്തുന്ന കോടിയർച്ചനയ്ക്കാണ് തുടക്കമായത്. തന്ത്രിമാരായ ഭദ്രകാളി മറ്റപ്പള്ളി നാരായണൻ നമ്പൂതിരി, കിഴക്കിനേടത്ത് മേക്കാട് മാധവൻ നമ്പൂതിരി എന്നിവരുടെ നേതൃത്വത്തിൽ ആരംഭിച്ച കോടിയർച്ചനയിൽ 51 ആചാര്യന്മാരാണ് പങ്കെടുത്തത്. കോടിയർച്ചന വടക്കുപുറത്ത് പാട്ടിനോടനുബന്ധിച്ചുള്ള കലാമണ്ഡപത്തിൽ വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് തിരിതെളിയിച്ചു. ചിത്തിരനാളിൽ ആരംഭിച്ച അർച്ചന ഏപ്രിൽ 12-ന് അത്തം നാളിലാണ് സമാപിക്കുന്നത്. ഒരു ദിവസം 3,70,171 ഉരുമന്ത്രമാണ് ജപിക്കുക. ഏപ്രിൽ 13-ന് സഹസ്ര കലശവും ഉദയനാപുരം ക്ഷേത്രത്തിൽ ലക്ഷാർച്ചനയും നടക്കും. കോടിയർച്ചന മണ്ഡപ സമർപ്പണം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നിർവഹിച്ചു. വൈക്കം ക്ഷേത്രത്തിൽ സുരേഷ് ഗോപി ദർശനം നടത്തിയ ശേഷം പൂവൻ പഴവും പഞ്ചസാരയും കൊണ്ട് തുലാഭാരം നടത്തി. തുടർന്ന് അർച്ചന മണ്ഡപത്തിൽ എത്തി തിരിതെളിയിച്ചു. അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ വി ഈശ്വരൻ നമ്പൂതിരി, കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് എസ് സുധീഷ് കുമാർ, ജനറൽ സെക്രട്ടറി പി സുനിൽകുമാർ, എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, പൊതുജനങ്ങൾ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, വൈക്കം. നമോ ഭഗവതേ വാസുദേവായ ധന്വന്തരയേ അമൃതകലശഹസ്തായ സർവാമയ വിനാശനായ ത്രൈലോക്യനാഥായ മഹാവിഷ്ണവേ നമഃ.